മാനസിക ആരോഗ്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ പലപ്പോഴും വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, പുരുഷന്മാർ. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും താങ്ങും തണലും സഹായവും ഒക്കെ അത്യാവശ്യമാണ്. സ്ത്രീയുടെയും LGBTQA+ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുമൊക്കെ അവരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല? ക്രൈം ബ്യൂറോ റെക്കോർഡ് അനുസരിച്ച് 2014-2021 കാലയളവിൽ ഇന്ത്യയിൽ സ്ത്രീകളേക്കാൾ കൂടുതൽ പുരുഷന്മാരിലെ ആത്മഹത്യാ നിരക്ക് 2.6 കൂടുതലാണ്. സ്ത്രീകളിലെ വിഷാദത്തിൻ്റെയും ഉത്കണ്ഠയ്ക്കും കാര്യങ്ങൾ കൂടുമ്പോൾ പുരുഷന്മാരിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും സാമൂഹ്യ വിരുദ്ധ സ്വഭാവങ്ങളും ആൻറ്റി സോഷ്യൽ ബിഹേവിയറൻസും കൂടുന്നു. ഹോർമോണുകളുടെയും സ്ത്രീ പുരുഷ ബ്രെയിൻ അനാട്ടമിയെക്കുറിച്ച് ഒക്കെ മുൻനിർത്തി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും മറ്റ് ചില കാര്യങ്ങൾ വെച്ച് പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തിന് പരിഗണന കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. ആദ്യം മനസ്സിലാക്കേണ്ടത് മാനസികാരോഗ്യത്തിന് ലിംഗഭേദമില്ല എന്നതാണ്. പുരുഷന്മാർക്കും അവരുടെ പ്രശ്നങ്ങൾ പറയാനും അവർക്കുള്ള മെൻ്റൽ സപ്പോർട്ടും കിട്ടേണ്ടതും അത്യാവശ്യമാണ്.